യോ ഹിപ്പ് ആൻഡ് ട്രെൻഡി ആയിട്ടുള്ള അംബിക പിള്ളയ്ക്ക് ഇപ്പോൾ ഉള്ളത് 2 ടാറ്റൂസ് ആണ്. അതിലൊന്ന് ലെഫ്റ്റ് ഷോൾഡറിലെ 2 ബട്ടർഫ്ലൈസ് ആണ്. ഈ ബട്ടർഫ്ലൈസിന്റെ പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ? ദിസ് ഇസ് മീ നാദരി വിത്ത് യു on 919 Spotlight. യൂഷ്വലി ടാറ്റൂസ് ചെയ്യുമ്പോൾ ഇറ്റ് മീൻസ് സംതിങ്. ഇറ്റ് ഈസ് സാഡ് ആൻഡ് സ്വീറ്റ്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആൽക്ക എന്ന് പറഞ്ഞ കുറെ നാള്. ഐ മീൻ വി വർ ഫ്രണ്ട്സ്. ഒരു ദിവസം ആൽക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ആൽക്കയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ എനിക്ക് ആര്, ഐ എം ഹർ ബെസ്റ്റ് ഫ്രണ്ട്, എനിക്ക് ആരെ അറിഞ്ഞൂടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോയി. 12 o'clock കഴിഞ്ഞിട്ടായിരുന്നു. ഹർ ബർത്ത്ഡേ വാസ് ദ നെക്സ്റ്റ് ഡേ. അപ്പം ബിഫോർ ഇറ്റ് വാസ് 12 ഞാൻ പോയി. ആൻഡ് ഷി വാസ് വെരി അപ്സെറ്റ് വിത്ത് മീ. അടുത്ത ദിവസം എന്നെ വിളിച്ച് കുറെ ചീത്ത പറഞ്ഞു. അപ്പൊ ഞാൻ പോയി ടു സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് ആൽക്ക. ആൻഡ് അന്ന് രാത്രി ഷി വാസ് മർഡേർഡ്. ആൻഡ് ഇത്രയും സങ്കടം ആ സമയത്ത് ഞാൻ ഐ വാസ് ഡെവസ്റ്റേറ്റഡ്. ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ജീവിക്കണ്ട. ഐ തോട്ട് ബിക്കോസ് ഷി വാസ് സോ ക്ലോസ് ടു മീ. എന്റെ ഫ്രണ്ട് ജോയിയുടെ അടുത്ത് പറയും ഞാൻ എപ്പം ആൽക്കയെ പറ്റി ആലോചിക്കുമ്പോഴും ഞാൻ ബട്ടർഫ്ലൈസിനെ പറ്റി ആലോചിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഷി സെഡ് വൈ? ഷി സെഡ് ബിക്കോസ് ഞാൻ പറഞ്ഞു ക്രിമേഷന്റെ സമയത്ത് അത്രയും ഞാൻ സങ്കടത്തിൽ ഇരുന്നപ്പോൾ ഐ സോ ഇങ്ങനെ കുറെ ബട്ടർഫ്ലൈസ് ഡാൻസിങ് ഒരു മൂലയില്. സോ ഷി സെഡ് റിയലി അംബു ദാറ്റ്സ് സോ സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞു. അടുത്ത ദിവസം ജോയിയും സുനിലും ഞാനും ഒരു ടെറസ് ഇരിക്കുമായിരുന്നു. ആൻഡ് ഐ ജസ്റ്റ് ടോൾഡ് ദം, ഐ സെഡ് ബട്ടർഫ്ലൈസിനെ പറ്റി ആലോചിക്കുമ്പോൾ എന്നൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയൊരു ബട്ടർഫ്ലൈ, ദിസ് വാസ് at 11 o'clock at night where you never see butterflies. Yes. And in Delhi it's extinct. There are no butterflies. So a huge beautiful butterfly came and sat in the wine glass ന്റെ അകത്ത് വന്നിരുന്ന് വൈൻ ഒക്കെ കുടിച്ചിട്ട് അങ്ങ് പറന്നുപോയി. ആൻഡ് ഞങ്ങള് മൂന്നുപേരും ഇങ്ങനെ അന്തം വിട്ടു. We were like, oh my god, like it was like Alka was there, she was there. And then എന്റെ അച്ഛൻ മരിച്ചുപോയി. And that was my biggest disaster. I mean that was like I thought നമ്മൾ എല്ലാവരും ചത്താ മതി. അച്ഛൻ മരിച്ച ക്രിമേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ I looked up and I was talking to അച്ഛൻ. I said, അച്ഛൻ ഞാൻ എത്ര അച്ഛനെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. There were so many things, like I did everything that a Malayali പെൺകുട്ടി shouldn't do. ഞാൻ ചെയ്തു. അച്ഛൻ എന്നെ ഇഷ്ടമായിരുന്നു അച്ഛാ കുറച്ച് വല്ലതും ഞാൻ ചോദിച്ചു. I could hear അച്ഛൻ saying of course. So I said ഇല്ല അച്ഛാ, now I want a sign from you. I looked up, I saw one bumble bee. എന്ത് കടന്തലല്ല അതുപോലത്തെ ഒരു വലിയൊരു ബീ. ഈ സാധനം എന്നെ വന്ന് ഇവിടെ കൊത്തണം എന്റെ മൂക്കിന്റെ അടിയിൽ ചിൻ വരെ. ആൻഡ് എന്നെ കുറെ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ അത്ര വലിയ ഇഷ്ടമായിരുന്നെങ്കിൽ മൂക്കിന്റെ മുകളിൽ വന്ന് കൊത്തണം. I asked for a കൊത്തൽ from a bumblebee. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു I was okay. And അമ്മ said എന്തു പറ്റി? I said അമ്മ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒരു സൈൻ ചോദിച്ചിരിക്കുക. എന്തിനാ? So I said ഇങ്ങനെ എന്നെ ഇഷ്ടമായിരുന്നു. നീ അച്ഛന്റെ ജീവനായിരുന്നു, നിനക്ക് അറിഞ്ഞൂടെ? എനിക്ക് അറിഞ്ഞൂടെ അമ്മ, ഞാൻ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ട് അച്ഛനെ. അപ്പൊ ഞാൻ ബംബിൾബീക്ക് 5 ദിവസം കൊടുത്ത് വന്ന് കൊത്താൻ. She said ഇതുവരെ ജീവിതത്തിൽ നിന്നെ എന്തെങ്കിലും കൊത്തിയിട്ടുണ്ടോ? I said ഇല്ല. പിന്നെ നീ എന്തിനാ അച്ഛന് ഇത്രയും പാടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് ചെയ്യാൻ വേണ്ടി? And then അന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഉണ്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അച്ഛനെ പറ്റി സംസാരിച്ചപ്പോൾ one butterfly came and kissed me on the tip of my mouth and flew away. And the whole family saw it. So അന്ന് ഞാൻ കുറെ ആലോചിച്ച് ഞാൻ തിരിച്ച് ഡൽഹി പോയി. I got 2 butterflies done on my chest. One is Alka, one is Achin. And I decided this is going to be there forever. അതൊരു കഥ. ഇനിയും കഥകൾ ഒത്തിരി ബാക്കിയുണ്ട്. കീപ് ലിസണിംഗ്. ഇത് റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി.